ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഫ്രാൻസിസ് പിതാവ് ലയോ സഹോദരനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്നേഹത്തിൽ ഞാനുമില്ല, നീയുമില്ല. സ്നേഹത്തിൽ ഒരാൾ മറ്റേ ആൾക്കായിട്ട് ഇല്ലാതാകുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുക വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വചനഭാഗങ്ങളാണ്. നല്ല സമരിയാക്കാരൻ്റെ ഉപമ നമുക്കെല്ലാവർക്കും ഏറെ സുപരിചിതമായ ഒരു ഉപമയാണ്. നല്ല സമരിയാക്കാരൻ്റെ ഉപമ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഉപമയാണ്. ഇത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രമാണ് നല്ല സമരിയാക്കാരൻ്റെ ഉപമ നമ്മൾ കണ്ടുമുട്ടുക. ഈ ഉപമയ്ക്ക് ഈശോ ഈ ഉപമ പറയുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ്. ഒരു നിയമജ്ഞൻ വന്നിട്ട് ഈശോയോട് ചോദിക്കുകയാണ്, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിയമജ്ഞന് വളരെ കറക്റ്റായിട്ട് അറിയാം. കാരണം നിയമം അരച്ച് കലക്കി പഠിച്ച് അത് അരപ്പട്ടയിൽ സൂക്ഷിക്കുന്നവരാണല്ലോ ഓരോ നിയമജ്ഞരും. അപ്പോൾ ഈശോ തിരിച്ച് നിയമജ്ഞനോട് ചോദിക്കുന്നുണ്ട്, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എന്ത് വായിക്കുന്നു? ഇപ്പോൾ നിയമജ്ഞൻ ഈശോയോട് പറയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും. ഈശോ പറഞ്ഞു, വളരെ കറക്റ്റായിട്ട് നീ ഉത്തരം പറഞ്ഞു, നീയും പോയി ഇതുപോലെ ചെയ്യുക, നീയും ജീവിക്കും. അപ്പോൾ ദൈവസ്നേഹവും സഹോദര സ്നേഹവുമാണ് നിത്യജീവൻ പ്രാപിക്കുന്നതിനുള്ള 2 മാർഗങ്ങളായിട്ട് ഈശോ നമ്മളോട് പറയുക. ദൈവസ്നേഹത്തെ പറ്റി നിയമജ്ഞന് സംശയമൊന്നുമില്ല. പകരം പരസ്നേഹത്തെ പറ്റിയിട്ടായി നിയമജ്ഞൻ്റെ സംശയം. ഇതിനുള്ള ഉത്തരമായിട്ടാണ് നല്ല സമരിയാക്കാരൻ്റെ ഉപമ ഈശോ നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞു വെക്കുക. ഇന്ന് സമൂഹത്തിൽ 2 ടൈപ്പ് ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് ദൈവത്തെ മാത്രമേ സ്നേഹമുള്ളൂ, സഹോദരങ്ങളൊന്നും സ്നേഹമില്ല. രണ്ടാമത്തെ ടൈപ്പ് ആളുകൾ പരസ്നേഹം മാത്രമേ ഉള്ളൂ, ദൈവത്തെ സ്നേഹമില്ല. ഈ 2 ടൈപ്പ് ആളുകളും വളരെ ഡേഞ്ചറാണ്. ഒരേ സമയം കാപട്യവും ഭീകരവുമാണ് ഈ 2 ടൈപ്പ് ആളുകളും. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 7 മുതൽ 21 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ ദൈവസ്നേഹത്തെ പറ്റിയിട്ടും സഹോദര സ്നേഹത്തെ പറ്റിയിട്ടും വളരെ ആഴമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. വചനം ഇപ്രകാരം പറയാണ്, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം. ഇനി നമുക്ക് നമ്മുടെ ഉപമയിലേക്കൊന്ന് കണ്ണോടിക്കാം. ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്കാണ് യാത്ര തുടങ്ങുന്നത് നമ്മുടെ കഥാനായകൻ. ഏകദേശം യാത്രയുടെ മധ്യത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ കഥാനായകൻ കൊള്ളക്കാരുടെ കയ്യിൽ പെടുന്നത്. നമുക്കറിയാം, കൊള്ളക്കാരുടെയും കവർച്ചക്കാരുടെയൊക്കെ കൈ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന്. അവൻ്റെ എല്ലാം അവർ അടിച്ചു മാറ്റി, വസ്ത്രങ്ങളൊക്കെ ഊരി എറിഞ്ഞ് തല്ലി തകർത്ത് ഒരു സൈഡിലേക്ക് നീക്കിയിട്ടേക്കാണ്. നമുക്കൊരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നാം. പക്ഷേ മുറിവേറ്റവൻ്റെ വേദന ജീവിതത്തിൽ മുറിവുകളുണ്ടായവർക്കേ മനസ്സിലാകൂ. വേദനിക്കുന്നവർക്കെല്ലാം ക്രിസ്തുവിൻ്റെ മുഖമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയാണ്, വേദനിക്കുന്നവരിൽ ക്രിസ്തുവിൻ്റെ മുഖം കാണാനായിട്ട് നമുക്ക് സാധിക്കണം. എല്ലാ വേദനകളും ക്രിസ്തുവിൻ്റെ വേദനയോട് ചേർത്ത് വെക്കുമ്പോഴാണ് ആ വേദനയ്ക്ക് നല്ല അർത്ഥം നമുക്ക് ലഭിക്കുക. വേദന കൊണ്ട് പൊളയുമ്പോൾ അവൻ്റെ ആകെയുള്ളൊരു ചിന്ത എന്ന് പറയുന്നത് ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിക്കട്ടെ എന്നുള്ളതായിരിക്കാം. ആദ്യമേ ആ വഴി കടന്നു വരിക ഒരു പുരോഹിതനാണ്. പുരോഹിതൻ അവനെ കണ്ടു, പക്ഷേ അവനെ മൈൻഡ് ചെയ്യാതെ കടന്നു പോകാണ്. കാരണം മറ്റൊന്നുമല്ല, രക്തം തൊട്ട് അശുദ്ധനാകാതെ വേണം ബലിയർപ്പിക്കാനായിട്ട്. അതുകൊണ്ട് ആ സഹോദരനെ രക്ഷിക്കാതെ പുരോഹിതൻ ബലിയർപ്പിക്കാനായിട്ട് പോവുകയാണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ പരസ്നേഹമില്ലാത്ത ദൈവസ്നേഹം മാത്രമുള്ള ഒരു കൂട്ടം ആളുകൾ. രണ്ടാമത് കടന്നു വരിക ലേവായനാണ്. ലേവായനും മറിച്ചൊന്നും ചെയ്യുന്നില്ല, അവനെ മൈൻഡ് പോലും ചെയ്യാതെ കടന്നു പോവുകയാണ്. ജീവിതത്തിലെ സകല പ്രതീക്ഷയും ഒരുപക്ഷെ അവൻ്റെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. കാരണം പുരോഹിതനും രക്ഷിച്ചില്ല, ലേവായനും രക്ഷിച്ചില്ല. ഇനി ആര് രക്ഷിക്കാനാണ് അവനെ? അപ്പോഴാണ് സമരിയക്കാരൻ വരണ കാണുന്നത്. തീർച്ചയായിട്ടും യഹൂദരെ സംബന്ധിച്ചിടത്തോളം സമരിയക്കാർ അവർക്ക് ശത്രുക്കളാണ്. ഒരു പക്ഷേ അവൻ ചിന്തിച്ചിട്ടുണ്ടാകാം, ഈ ശത്രു ഒരിക്കലും അവനെ രക്ഷിക്കാൻ പോകുന്നില്ല, കൂടി വന്ന ഒരു ഇടിയും ചവിട്ടും കൂടുതൽ കൊടുത്തിട്ട് ആ വഴി കടന്നു പോയാലായി. എന്നാൽ വില്ലൻ കഥാപാത്രമാകേണ്ടിയിരുന്ന സമരിയക്കാരൻ ഇവിടെ നമ്മുടെ കഥയിൽ ആദർശ കഥാപാത്രമായിട്ട് മാറാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു റിയൽ ഹീറോ ആയിട്ട് സമരിയക്കാരൻ മാറാണ്. സമരിയക്കാരൻ ആ വഴി കടന്നു വന്നു, മുറിവേറ്റ് കിടക്കുന്ന ഈ സഹോദരനെ കണ്ടു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അവനെ എടുത്ത് ശുശ്രൂഷിച്ച്
കഴുതപ്പുറത്ത് കയറ്റി സത്രത്തിൽ കൊണ്ടുപോയി തുടർ ചെലവുകൾക്കുള്ള കാശും കൊടുത്ത് അവനെ പരിചരിക്കാൻ ഏൽപ്പിച്ചിട്ട് കടന്നു പോകാണ്. ഇതാണ് പരസ്നേഹവും ദൈവസ്നേഹവും ചേർത്തെളിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിത രീതി. ഈ നല്ല സമരിയക്കാരൻ്റെ ഉപമ ഒരു റെസ്പോൺസിബിൾ സ്നേഹത്തിൻ്റെ ഉപമയാണ്. അതായത് ഉത്തരവാദിത്തമുള്ള സ്നേഹം. എന്താണ് ഈ ഉത്തരവാദിത്തമുള്ള സ്നേഹം? നല്ല സമരിയക്കാരൻ്റെ ജീവിതം എടുത്തോ. ഞാൻ അവനെ അവഗണിച്ച അവനെ എന്ത് പറ്റുമെന്ന് ചിന്തിക്കാൻ പ്രകാശമുള്ള ആളാണ് നല്ല സമരിയക്കാരൻ. നമ്മൾ കേട്ടിട്ടില്ലേ, ലവ് മസ്റ്റ് ബി എക്സ്പ്രസ്ഡ് ഇൻ വേർഡ്സ് ആൻഡ് പ്രൂവ്ഡ് ഇൻ ആക്ഷൻസ്. നമ്മുടെ സ്നേഹം വാക്കുകളാൽ എക്സ്പ്രസ് ചെയ്യണം, ഒപ്പം തന്നെ നമ്മുടെ പ്രവൃത്തികളാൽ അത് പ്രൂവും ചെയ്യണം. ഫ്രാൻസിസ് സഹോദരൻ സ്നേഹത്തെപ്പറ്റി ലയോ സഹോദരനോട് പറഞ്ഞത് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹത്തിൽ ഞാനുമില്ല നീയുമില്ല. സ്നേഹത്തിൽ ഒരാൾ മറ്റേ ആൾക്കായിട്ട് ഇല്ലാതാകുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.